ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് ഒന്നാം പ്രതിദിനെ വിശേഷിപ്പിച്ച സംഭവമായിരുന്നു തൊടുപുഴയിലെ കാറ്ററിംഗ് ഉടമ ബിജുവിന്റെ കൊലപാതകം. സാമ്പത്തിക തർക്കത്തിന്റെ പുറത്ത് ബിസിനസ് പങ്കാളി ജോമോൻ കൊട്ടേഷൻ കൊടുത്ത് നടത്തിയ കൊലപാതകമായിരുന്നു അത്. തിരോധാന കേസ് കലേന്താനി കൊലക്കേസായി മാറിയതും നിർണായക അന്വേഷണവും ഇന്ന് എവിടെ എത്തി എന്ന് നമ്മൾ അന്വേഷിക്കുന്നു, അന്നും ഇന്നും. കഴിഞ്ഞ മാർച്ച് 21-നാണ് തൊടുപുഴ സ്വദേശി ബിജു ജോസഫിനെ കാണാനില്ല എന്ന പരാതി ലഭിക്കുന്നത്. കാറ്ററിംഗ് ഡെക്കറേഷൻ സ്ഥാപന ഉടമയായ ബിജു ദൂരയാത്ര പതിവുള്ള ആളായതിനാൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അതിനിടയിലാണ് മുൻ പങ്കാളി ജോമോൻ നടത്തിയ ഭീഷണികൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടെ അന്വേഷണം ജോമോനെ കേന്ദ്രീകരിച്ചായി. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അന്വേഷണത്തിന്റെ ഗതിമുട്ടി. തൊട്ടു പിന്നാലെ തൃശൂർ വടക്കേക്കര സ്റ്റേഷനിൽ ഒപ്പിടേണ്ട കാപ്പ കേസ് പ്രതി ആഷിഖ് ഒപ്പിടാതെ തൊടുപുഴയിലെത്തിയെന്ന വിവരം ലഭിച്ചു. ഫോൺ കോൾ ലിസ്റ്റിൽ നിന്ന് ജോമോനും ആഷിഖും തമ്മിലുള്ള ബന്ധം വെളിവായി. കൊട്ടേഷനംഗം ആഷിഖ് പിടിയിലായതോടെ തിരോധാന കേസ് കൊലപാതക കേസായി. ജോമോന്റെ കലയന്താനിയിലെ കെട്ടിടത്തിനടിയിൽ നിന്ന് ബിജുവിന്റെ മൃതദേഹം തൊട്ടടുത്ത ദിവസം പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് കാരണം കച്ചവടം പിരിഞ്ഞപ്പോഴുണ്ടായ ഒത്തുതീർപ്പ് ലംഘിച്ചത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ജോമോനെ പിടികൂടി എത്തിക്കുമ്പോഴും കുറ്റബോധമോ സങ്കടമോ ആയിരുന്നില്ല, നിർവൃതിയായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിലെ SI റോയ് ഓർക്കുന്നു. അവൻ ചാവേണ്ടവനാണ്. ഇത് ദൃശ്യം സിനിമയുടെ പാർട്ടാണ്. കൊലപാതക ശേഷം ജോമോൻ അടുത്ത ബന്ധുക്കളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തൊടുപുഴ കലയന്താനിയിൽ തട്ടിക്കൊണ്ടുപോയ ബിജുവിനെ അടിച്ചും ചവിട്ടിയും കൊന്നു. ശേഷം കുഴിച്ചിട്ടു. അടങ്ങാത്ത പകയൊടുക്കാൻ കൂട്ടായി കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായ ആഷിഖും അസ്ലമും ജോമോന്റെ ഭാര്യ സീനയും കൂട്ടുകച്ചവടക്കാരൻ ജോമിനും ബന്ധു അബിനും. സംഭവം നടന്ന് 81-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. സെഷൻസ് കോടതിയിൽ വിചാരണ കാത്തിരിക്കെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം. ഇരുവരും തമ്മിൽ ഇടുക്കി, കണ്ണൂർ, ചെറുപുഴ സ്റ്റേഷനുകളിലുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചെറിയ ജോലികളുമായി ഒന്നാം പ്രതി ജോമോൻ ഇപ്പോഴും കലയന്താനിയിൽ തന്നെയുണ്ട്. നാഥനറ്റ വേദനയിൽ ബിജുവിന്റെ കുടുംബം തൊടുപുഴ കോലാനിയിലും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.